ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നിങ്ങൾക്കെല്ലാം വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വൻപയർ തോരൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇതറിയാമെന്നറിയാം, എന്നാലും ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് 300 ഗ്രാം വൻപയറാണ്. അത് അധികം അങ്ങ് ഡാർക്ക് കളറല്ലാത്ത വൻപയറാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വേവും. പക്ഷേ ഞാനിത് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ 3 മണിക്കൂറൊന്ന് കുതിർത്ത് വെച്ചു. എന്നിട്ടത് നന്നായിട്ട് കഴുകി ഉപ്പിട്ട് 2 കപ്പ് വെള്ളവും ഒഴിച്ച് പ്രഷർ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഞാനത് 2 വിസിലാണ് കുക്ക് ചെയ്തത്. അപ്പോൾ പാകത്തിലുള്ള പരുവത്തിന് കിട്ടി കേട്ടോ. നിങ്ങൾക്ക് അധികം വേഗം ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ വിസിൽ കേട്ട് കഴിയുമ്പം തന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ആ വിസിലൊന്ന് മാറ്റി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഒന്നൊന്നേ തൊടാതെയാണ് തോരൻ ഇരിക്കുന്നത് ഇഷ്ടം എന്നുണ്ടെങ്കിൽ, ഇവിടെ പക്ഷേ ഒരു ഇച്ചിരി കുഴഞ്ഞ രീതിയിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തത്. ഇപ്പം ഞാൻ അതിന് വേണ്ട അരപ്പിനെടുത്തിരിക്കുന്നത് 3/4 കപ്പ് തേങ്ങയും ഒരു 3-4 ചുവന്നുള്ളി അതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞിടുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ഇടുന്നത്. ലെവലായിട്ടാണ് ഇടുന്നത് കേട്ടോ. ചിലർക്ക് ജീരകപ്പൊടിയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതേ ഉള്ളേ. പിന്നെ ചില്ലി ഫ്ലേക്സ് ഇഷ്ടമുള്ളവരുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മുളക് പൊടി ഒഴിവാക്കിയിട്ട് അതിന് പകരം ചില്ലി ഫ്ലേക്സ് ചേർത്താലും മതി. പക്ഷേ മുളക് പൊടി ചേർക്കുമ്പോൾ നമുക്ക് ഈ തോരന് കുറച്ചുകൂടി ഒരു നിറം കിട്ടും. നമ്മളുടെ മിക്സിയുടെ ജാറിൽ ചെറുതായിട്ട് ആ പൾസിലിട്ട് ഒരടി അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് ചതഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ഞാനിതിന് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള നാടൻ എല്ലാ കറികൾക്കും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകും ഒരു 3 ചെറിയ വറ്റൽമുളകും 2-3 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 6 വലിയ അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതും ഒരു 6-7 വലിയ കൊച്ചുള്ളി ചെറുതായിട്ട് മുറിച്ചതുമാണ് കേട്ടോ. ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോഴേക്ക് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ ഈ ചാനലും എൻ്റെ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലെ മറ്റ് റെസിപ്പികളൊക്കെ ഒന്ന് പോയി നോക്കണേ. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഒരു കാരണവശാലും പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല കേട്ടോ. നമ്മുടെ താളിക്കാനിട്ടതെല്ലാം ഇപ്പം ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ബ്രൗൺ കളറായി. ഇനി ഇപ്പോൾ ചെയ്യാനുള്ളത്, നമ്മൾ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന ആ അരപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ പച്ചച്ചുവയൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന വൻപയറുണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉലർത്തിയെടുക്കാനായിട്ട്. വൻപയർ വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി വെള്ളം കുറച്ചുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കാരണവശാലും നിങ്ങൾ കളയല്ലേ. അത് തുറന്നിട്ടിട്ട് നല്ല തീയിലിട്ടിട്ട് പെട്ടെന്ന് അങ്ങ് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ അടിക്ക് പിടിക്കാതെ നോക്കിയാൽ മതി. ഇപ്പോൾ ദേ വൻപയറും ആ അരപ്പിനൊപ്പം ചേർത്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയതാണ്. ചേർത്തിട്ട് ഇതിപ്പോൾ ഇവിടെ ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തത് കേട്ടോ. മിക്കവർക്കും പക്ഷേ ഈ വൻപയറായാലും ചെറുപയറായാലും ഒന്നൊന്നേ തൊടാതിരിക്കുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ വിസിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒറ്റ വിസിൽ കേട്ട് കഴിയുമ്പം തന്നെ ഒന്ന് തുറന്ന് നോക്കുക. പെട്ടെന്ന് വേവുന്ന വൻപയറാണെങ്കിൽ ഒറ്റ വിസിൽ കൊണ്ട് തന്നെ വേവും, പ്രത്യേകിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഒറ്റ വിസിൽ കൊണ്ട് നിർത്തണമെന്ന് മാത്രമല്ല, ഫ്ലെയിം ഓഫ് ചെയ്യണമെന്ന് മാത്രമല്ല, അത് പ്രഷർ മുഴുവൻ തനിയെ പോകാൻ നിൽക്കാതെ ഉടനെ തന്നെ തുറക്കുകയും വേണം കേട്ടോ. അപ്പോഴേക്ക് വെന്തില്ലെങ്കിൽ മാത്രമേ ഒന്നുകൂടെ കുക്ക് ചെയ്യാവുള്ളേ. വൻപയറിൻ്റെ വേവ് നമ്മളുടെ ആ ഒരു രീതിക്കനുസരിച്ച് എടുത്തോണേ. ഇപ്പോൾ ഉപ്പ് നോക്കിയപ്പോഴത്തേക്ക് ഉപ്പ് കുറച്ചുകൂടെ വേണമെന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഉപ്പിട്ട് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പം നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാമേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. Thank you.